ആങ്ങാമൊഴിയിൽ നിന്നൊരു അതിഥിയെ റെസ്ക്യൂ ചെയ്യാൻ വന്നതിന് മുമ്പ് ഞങ്ങളുടെ അതിഥിക്ക് എന്ത് സംഭവിച്ചെന്ന് ഒന്ന് അറിയണമെന്ന് തോന്നി. അതിഥി പാമ്പല്ലേ? നോനോ, അതിഥി എന്നേ പറയാവൂ. ഓ, ഞങ്ങൾ കേൾക്കുന്ന ഓരോ ചീറ്റിലും അവന്റെ ശബ്ദം പോലെയാണ് കാതിൽ വന്ന് പതിക്കുന്നത്. അവന് വേണ്ടി ഞങ്ങൾ ഇനിയും കാത്തിരിക്കണോ? നിങ്ങളൊരു വലിയ മനുഷ്യനാണ് സാർ. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാനും എൻ്റെ പെണ്ണും പിള്ളയും തലതെറിച്ച 2 പിള്ളേരോടങ്ങുന്നൊരു കൊച്ചു കുടുംബമാണ് എൻ്റേത്. ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരു പാമ്പ് കടന്നു വന്നു. സോറി, പാമ്പല്ല, അതിഥി. അതിഥി. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ പോകുന്നൊരു അതിഥി. എന്നിട്ട് അവൻ അവർക്ക് വട്ടം നിന്നു. ആദ്യം എൻ്റെ മോളെയും പിന്നെ എൻ്റെ 40 കഴിഞ്ഞ പെണ്ണും പിള്ളയും അവൻ ട്രൈ ചെയ്തു. വഴങ്ങിയേ പറ്റൂ എന്നൊരു ഭീഷണിയും. എന്തിനു വഴങ്ങാൻ? കടിക്കാനായിരിക്കും. ഒടുവിൽ അവർ 2 പേരും ചേർന്ന് അവൻ്റെ കടിയങ്ങ് തീർത്തു കൊടുത്തു. അങ്ങനെ ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് ആ അതിഥിയെ ഞങ്ങൾ യാത്രയാക്കി. അതിഥിയെ നഷ്ടപ്പെട്ട ഇവളുടെ മുഖത്തെ വിഷമം നിങ്ങൾ കണ്ടില്ലേ? 2 ലെയർ പൊട്ടിയും കണ്ണടിച്ചു പോകുന്ന ലിപ്സ്റ്റിക്കും മാത്രമേ ഈ മുഖത്ത് കാണാൻ പറ്റുന്നുള്ളൂ. സ്ക്രീനിലെടുത്തറിയാൻ വേണ്ടിയിട്ടതാ. ഇത് കണ്ടിട്ട് എനിക്ക് എടുത്തെറിയാനാ തോന്നുന്നു. അത് പോയിന്റ്. മുത്തടാ, വെറും ഒരു 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല നിന്റേത്. ശരിക്കും ഞാൻ 4 വരെ പോയിട്ടില്ല, എങ്കിലും താങ്ക് യു ഫോർ യുവർ അപ്രീസിയേഷൻ. വംശനാശം നേരത്തെ അതിഥിയാണ് നീ ഇല്ലാതാക്കിയത്. തന്നെ സത്യം, ഞാൻ മാന്തി എടുക്കും. അന്ന് നിന്നെ ഞാൻ കൂട്ടും. ഒരിക്കലും ഇല്ല മാഡം. നിങ്ങൾ ഈ പഞ്ചായത്തിൽ എവിടെ കുഴിച്ചാലും ചേരയുടെയും ചുരുട്ടയുടെയും പോസ്റ്റിൽ മാത്രമേ കിട്ടൂ. ആ രീതിയിലാണ് മാഡം ഞാൻ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ആദ്യം അപ്പുറത്തെ പഞ്ചായത്തിൽ പോയി കുഴിച്ചു നോക്കാം. അവിടെ ആയിരിക്കും അതിഥി ഉള്ളത്. സീംസ്റ്റർ ജോർജ് കുട്ടി, ചടങ്ങുകൾ ചെയ്യാനെങ്കിലും എന്തെങ്കിലും മിച്ചമുണ്ടോ? പടം പൊഴിക്കുന്ന സീസൺ അല്ലാത്തതുകൊണ്ട് തന്നിവിടെ ഒരു പടം പോലും ബാക്കിയില്ല. എപ്പോ? വിഷമിക്കണ്ട. അതിഥിയെ യാത്രയാക്കിയതിന്റെ പിറ്റേന്ന് തന്നെ മണ്ണാറശാലയിലും വെട്ടിക്കൊട്ടും പോയി ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ അതിനുള്ള സമയം നിങ്ങൾക്കുണ്ടോ? അല്ല, ആങ്ങാമൊഴി. അപ്പോൾ കാശിന്റെ ഗൂഗിൾ പേയിൽ അയച്ചു തന്നാൽ മതി. ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് റിസിപ്റ്റ് ഞാൻ വാട്സപ്പ് അയച്ചു തരാം. അത് വേണോ? സാർ, നിങ്ങളൊരു വലിയ മനുഷ്യനാണ് സാർ. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുകഴ്ത്തണമെന്നില്ല കേട്ടോ. പുകഴ്ത്തിയതല്ല സാർ, എൻ്റെ ലൈൻ ഓഫ് സൈറ്റിന് മുകളിലാണ് സാർ നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെക്കാളും വലിയ മനുഷ്യനാണ് സാർ. അങ്ങനെ എന്നാലും ഒന്നുകൂടെ ചോദിക്കുക, ഒരു വിശപ്പല്ലെങ്കിലും. സാർ, നിങ്ങളൊരു വലിയ മനുഷ്യനാണ് സാർ. പുല്ല് പിന്നെയെന്ന് പറയാം. ഇനി ഇവിടെ നിന്ന് ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് പോവാം.